ഇന്ന് രാവിലത്തെ മഴ വരുന്നുണ്ട്. രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മഴ വരുന്ന ശബ്ദമുണ്ട് ഇവിടെ നിന്നാണ്. ചിലപ്പോൾ അത് ഇവിടം വരെ എത്തത്തില്ല, വേറെ സൈഡിൽ കൂടെ അതിലേക്കാനും പോകും. അവിടെ എങ്ങാണ്ട് പെയ്യുന്നുണ്ട് എന്നാണല്ലേ, ഇവിടെ വരുന്നില്ല. അപ്പുറത്തെ സൈഡിൽ കൂടെ, നമ്മുടെ റോഡിൻ്റെ അപ്പുറത്തൂടെ ആ സാധനം പോകുന്നുണ്ട്. ചെറുതായിട്ട് ചിലപ്പോൾ ഇവിടെ പെയ്യുമായിരിക്കും. അവിടെ നല്ല ശബ്ദമാണ് ഉണ്ടോ. അപ്പുറത്ത് പെയ്യുന്നുണ്ട്, റോഡിന് ഇപ്പുറത്തില്ല. പക്ഷെ ഇപ്പം വരുന്നുണ്ട്. മഴക്കാറങ്ങനെ പുറകിലൊക്കെ ഭയങ്കര ശബ്ദം. അത് വന്ന പോലെ തന്നെ എങ്ങോട്ടോ പോയി. അതിൻ്റെ സൈഡ് ചെറുതായിട്ട് ഇതിലൊന്ന് പെയ്തു പോയെന്നേ ഉള്ളൂ. സാധനം മേടിച്ചോണ്ട് വാ, അത് എനിക്ക് പോകണം പഞ്ചായത്തിൽ. കുഴപ്പമൊന്നുമില്ല, പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. നോക്കുവാ സിംബ പോയിട്ട് വരാന്ന് പറ. അയ്യടാ എൻ്റെ പൊന്ന് പാവം, എൻ്റെ പൊന്ന് നോക്കിക്കുന്നുണ്ടോ. വാലിട്ടടിച്ച് ടാറ്റ കൊടുത്തപ്പോൾ. ശാംഭവി വേണ്ട, അടിക്കണ്ട, അവൾ പാവല്ലേ. നാരായണി അങ്ങോട്ട് ആ പറമ്പിലോട്ട് പോയപ്പോൾ ഒട്ടേനെ അവളുടെ പുറകെ പോകാൻ വേണ്ടി അങ്ങോട്ട് നോക്കി അവളെ നോക്കി നിൽക്കുക. അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയണം പുള്ളിക്ക്. ആ എന്നാടാ, എന്നാ നല്ല മഴ കേട്ടോ, പെട്ടെന്നായിരുന്നു മഴ. എൻ്റെ അമ്മോ, ഇപ്പോൾ വെയിൽ തെളിഞ്ഞ് നിന്നാണ് കൊടേന്ന് പറഞ്ഞ മഴയും പെയ്തു. എൻ്റെ പൊന്നേ, എന്നാ ഇത് നാരായണി ഇങ്ങോട്ട് വന്നിട്ട് കാണുന്നില്ലല്ലോ. എവിടെ പോയി? ചോറ് ഇവിടെ ഇരിപ്പുണ്ട് വളർന്നിട്ട്, ആളെ കാണുന്നില്ല. നോക്കിയേ, പിന്നെ ഈ മഴത്ത് ഞാൻ എങ്ങനെ പോകും? പഞ്ചായത്ത് വരെ ഒന്ന് പോകണം, ബട്ട് മഴയാണ്, എങ്ങനെ പോകുമെന്നറിയില്ല. നനഞ്ഞ് വിളിച്ച് പോകണം. നാരായണി ഇങ്ങോട്ട് അടുക്കളയിലോട്ട് വന്നിട്ട് പിന്നെ കാണുന്നില്ല. ഇവിടെ പോയി ഇവള് തീർമാനത്തിന് വേണമുണ്ടോ? അവിടെ പോകത്തില്ലല്ലോ. അയ്യോ ദൈവമേ, അവിടെ പെട്ട് കിടക്കുക. എന്നെ പറ്റിയതാ. അയ്യോ എനിക്ക് വയ്യ. അയ്യോ ഈശ്വരാ, ഞാൻ നിന്നെ നോക്കുക. നീ എന്തെന്ന് നീ എന്നാ ഇവിടെ? വാ, എടി ഞാൻ വിചാരിക്കുന്ന നിന്നെ ഞാൻ വിളിയോ. നനഞ്ഞ് അവിടെ നിൽക്കുവാ. അല്ല നനഞ്ഞല്ല, നനയാതിരിക്കാൻ ഓടിങ്ങി പോന്ന പോരായിരുന്നോ? എനിക്ക് തോന്നി അവിടെ പെട്ടിരിക്കുമെന്ന്. അയ്യോ ക്യാമറയ്ക്ക് എന്താ എറിച്ചിലെടുത്ത്. അതാ പോകാം. ആ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ടി വി കാണാൻ പറ്റത്തില്ല കേട്ടല്ലോ. എത്ര ആശ പറയുന്നുണ്ടോ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ടി വി കാണരുതെന്ന്?
കുഞ്ഞിനെ അറിയത്തില്ലേ? അളിയൻസ് ഇപ്പൊ വെക്കുന്നില്ല. അങ്ങനെ അങ്ങ് അളിയൻസ് അങ്ങ് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴും അങ്ങനെ ആയാലോ. മിണ്ടണ്ട, ഒന്നും വെക്കുന്നില്ല. നീ കഴിക്കാൻ നോക്ക്, ഞാൻ പോണേ. ഉണ്ടാവും കേട്ടോ. അതെയോ? പോയാ 11 ചെല്ല്. അതിന് ഞാൻ തന്നെ അമ്മ വിളിക്കുന്നു ഫോണിൽ. വാട്ടർ ബോട്ടിൽ വലുതല്ലേ? ആ വരുന്നു. ഇത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ പിന്നെ ഇത്ര വലുത്. പകുതി വെള്ളം കൊണ്ടാൽ മതി അല്ലേ? വലിച്ചോണ്ട് ഇവിടെ വരെ നിൽക്കുന്നുണ്ടോ? എന്റെ ദൈവമേ. ഹലോ, ബുക്ക് ബാക്കിയും കൂടെ വാങ്ങിച്ചു. എന്നാടി ജയൊക്കെ വരുന്നുണ്ട്. ഇതെടുക്കാവോ? ഞാൻ സാധനം എടുക്കാറുണ്ട്. സിംബ സിംബ വാ വാ വാ. അയ്യോ പറന്നു പോയാണ്ടോ? നീ എങ്ങനെ കേട്ടത്? ഓട്ട വരുന്ന ഒച്ച കേട്ടപ്പോ അങ്ങോട്ട് പോയി. ഇത് പിടിക്കടി. നീ എന്തിനു വന്നിക്ക? ഞാൻ തുറക്ക.
പകുതി കൊടുത്താൽ മതി. ആ കൊള്ളും. പിന്നെ പിന്നെ അത് നല്ല സാധനമാണ്. പക്ഷേ എല്ലാം വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാ ചാച്ചാച്ചി വന്നില്ല. ഇതുണ്ടോ സൂപ്പർ അതിന്റെ ചെറുതല്ല. 1 ലിറ്റർ ഇല്ല. ഞാൻ ചിലപ്പോ 2 ലിറ്റർ കേട്ടോ. 1 ലിറ്റർ 3 ലിറ്റർ ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ നീ ചേച്ചാച്ചി കഴിഞ്ഞ ആഴ്ച കാണണമെന്ന് പറഞ്ഞില്ലല്ലോ. ചേച്ചാച്ചി വരും. ആ മയിൽ എന്റെ പൊന്നേ, ഞാൻ പറഞ്ഞല്ലേ മുരുകന്റെ അടുത്ത് പോണം പോണം പോണമെന്ന്. എപ്പോഴും ചെറിയ ഞാൻ നമ്മളിപ്പോ കാണുന്നത് ആ പണ്ടായിരുന്നു. പണ്ടൊന്നുമല്ല. അങ്ങോട്ട് വെച്ചവനെ ഇത് അലമാരിക്കകത്ത് വെക്കുന്നല്ലേ? ഇതിനകത്ത് വല്ലതും വേറെ വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്നുമില്ല. എന്തുവാ കല്ലോ? കല്ലൊന്നുമല്ല, എൻ്റെ തുണിയൊക്കെ ഉണ്ട്. ആരും ചേച്ചത്തി ഇതുവരെ ബിരിയാണി അമ്മയ്ക്ക് മേടിച്ചു തന്നില്ലേ? അത് മോശമായി പോയി. ചേച്ചിയാണോ? എൻ്റെ മൈ ഫാദർ. നേരത്തെയാണോ? നേരത്തെയാണോ? അങ്ങോട്ട് തള്ളു. അച്ഛൻ്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ശ്യാമളമ്മ. എനിക്ക് ബിരിയാണി പിടിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലെന്ന്. അതെ, മഴക്കാലത്ത് അഴുക്കാ ബിരിയാണി തിന്നുന്നേ. ആ തിങ്കളാഴ്ച കേട്ടോ. ഷർട്ടോ? ഞാൻ ചേച്ചിയോട് പറഞ്ഞ് എന്നാ ബിരിയാണി മേടിച്ചു കൊടുക്കാൻ ചെന്ന്. അപ്പോൾ പറയും നല്ല ബിരിയാണി ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ പോയി ഡ്രസ്സ് ചേച്ചൻ ചേച്ചൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയതാ. ചട്ടി നോക്കിക്കോണേ, തുണി എടുക്കാൻ പോയതാ. ജലദോഷമാണോ? ഓ എൻ്റെ പൊന്നെ, അതിനകത്ത് കേറിയിരിക്കും. എൻ്റെ പൊന്നോ കൊച്ചേ. ആ മതി മതി മിടുക്കി. അടച്ചിട്ടോ? അടയ്ക്ക തുറന്ന് അടയ്ക്കണ്ടായോ? ഒന്നും മേടിച്ചിട്ടില്ല. അതിനകത്ത് ചേച്ചിയുടെ ഡ്രസ്സൊക്കെയാ അലക്കാനുള്ള, പാത്രങ്ങളും ഡ്രസ്സും ഒക്കെയാ കേട്ടോ. പൈസ മോന് മേടിച്ചിട്ടുണ്ട്. ചേച്ചി പൈസ വന്ന് മേടിച്ചിട്ടുണ്ടല്ലോ ഞങ്ങള്. പിന്നെ എന്നാ ഇപ്പൊ ചോറുണ്ടിട്ടൊക്കെ മതി ഇനി. ഓക്കെ, രണ്ടും കൂടെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിർത്താവോ പ്ലീസ് പ്ലീസ് പ്ലീസ്. അശ്വമേധം കഴിഞ്ഞു. ആ ഓക്കെ 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 ശരി. ആ ശരി ഓക്കെ ഓക്കെ ബൈ ബൈ. അത് ഓണാക്കോട്ടല്ല, നേരത്തെ ആണെങ്കിലും നമുക്ക് പറയാവുന്ന മുമ്പ് ഞാൻ അവിടെ ഒരു കിലോ വാങ്ങാൻ മേടിച്ചോണ്ടോന്ന് ഒറ്റാറിടാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ മുഴുവൻ പഴുത്തുണ്ടോ. ഞാൻ അവിടെ ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞ് ആ മാങ്ങ നല്ല സൂപ്പ് 5-6 മാങ്ങ എന്നോട് ചേച്ചി ആവശ്യം എടുത്തു എന്ന് പറഞ്ഞു. എല്ലാം എന്നെ പഴുക്കാറാൻ മാങ്ങയ. ഞാൻ പറയും ഒരു 4-5 എടുത്തിട്ട് ഞാൻ മതി പകരത്തിനാന്നും പറഞ്ഞു. എനിക്ക് ശരിയല്ല. ഉടനെ ആ ചെറുക്കൻ അവിടെ അങ്ങനെ എനിക്ക് തന്ന കടയിലെ ചെറുക്കൻ. ഞാൻ അപ്പുറത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേന് അന്ന് മോനൊക്കെ ഉണ്ടായിരുന്നു, ആരാ കുട്ടപ്പായൊക്കെ ഉണ്ടായിരുന്നു. അവരാ മാങ്ങ പൂളിയെല്ലാം തിന്നു. ഒരു മധുരം ഉണ്ടായിരുന്നു. അതിൽ ഒരു മാങ്ങ എന്നെക്കാട്ടും കൂടുതൽ പരിചയം അതിനെന്നറിയോ? മനുഷ്യരോട് ഇടപെടണം, മനസ്സിലായോ? ചുമ്മാ അവിടെ ജീവിച്ചാ പോരാ, ആൾക്കാരോടൊക്കെ സംസാരിക്കണം. മനുഷ്യരല്ലേ അല്ലേ? ഞാൻ ഇവരോടാവും ഇടപെടുന്ന മുഴുവനും. ആരോട്? അല്ല പിന്നെ
ഇവിടെ കമ്പനിയുള്ളവരോ? അല്ലത് കമ്പനിയുള്ളവരെ മാത്രം കണ്ടാൽ മതിയോ? കമ്പനിയിലുള്ളവരെന്ന് പറഞ്ഞാലാ ഞാൻ കൂടെ ഇടപെടുന്നില്ല. ബംഗാളികളൊക്കെ ഉണ്ടോ ഞാൻ ഇടപെടും. അത് തന്നെ ബംഗാളിയുടെ മനുഷ്യരല്ലേ? ആ ഒരു അവർക്ക് തന്നെ കുഴപ്പം. ഒരു കുഴപ്പമില്ല. അവർ അന്തസ്സോടെ പണിയെങ്കിലും ചെയ്യുന്നില്ലേ? ആ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഷേപ്പ് അത് അവളും അത് നമ്മളെ കാക്കമ്മയുടെ പറയണ്ടേ ആ ഷേപ്പ് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഷേപ്പ് എന്ന് പറഞ്ഞില്ല, ആ സ്വഭാവമാണെന്ന് പറഞ്ഞില്ല. കേട്ടോ. എന്ത് സ്വഭാവം ബംഗാളികൾ കുഴപ്പം. അവരിവിടുന്ന് പണിയുണ്ടാ നാട്ടിലോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ പെണ്ണൊക്കെ കൂടുതൽ കിട്ടിയെന്നിരിക്കും. അവിടെ പയ്യെ പോയി സാധനം മേടിച്ചു. പൈസ കുറവുണ്ട്. അതിന് ചേച്ചി ചേച്ചി വെക്കോ. എനിക്ക് പുള്ളിക്കാരനെ അറിയാം, ഞങ്ങൾ മേടിച്ചോളാം. പിറ്റേ ദിവസം ഞാൻ പൈസ കേട്ട് കടക്കാൻ നടക്കുക. ശാമളം ഒന്നും മേടിച്ചാ പിടിച്ചു. ഈ ചിക്കൻ മസാല മേടിച്ചപ്പോഴത്തേനും കപ്പ മേടിച്ചപ്പോ കപ്പ ഇട്ട് തൂക്കം കൂടുതൽ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് 10 രൂപയുടെ ഇത് വന്നു. ഞാൻ അന്നേരം പറഞ്ഞപ്പോ ചേച്ചി പോകാൻ ഞാൻ ആ കടയിൽ നിന്ന് മേടിക്കൂടെ, ഇച്ചിരി സാധനം മതിയല്ലോ നമുക്ക് ചേച്ചാനുള്ളേ. അതുകൊണ്ട് ചേച്ചി ഞാൻ അന്നേരത്തിന് പിന്നെ ഞാൻ 10 രൂപ ചേച്ചാണ്ട് പറഞ്ഞു. ചേച്ചാൻ അങ്ങോട്ട് എല്ലാം പനി അന്നേരം പിന്നെ പനി പിടിച്ചു. ചേച്ചാൻ പോയപ്പോ ഞാൻ പറഞ്ഞ 10 രൂപ കടയിൽ അവർക്ക് തന്നെ മനസ്സിലായോ 10 രൂപയ്ക്കാണ്. ഞാൻ 10 രൂപ കൊടുത്തപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ചേച്ചി ഒരു സാധനം മേടിച്ചു. 2 സാധനം മേടിച്ചു. 10 രൂപ കുറവുണ്ടായിരുന്നു. ആ 10 രൂപയെന്ന് അല്ലേ ചേട്ടാ 10 രൂപയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു അതല്ലേ ചേച്ചി തരാന്ന് പറഞ്ഞല്ലേ എന്താ പിടിച്ചോളാം. അതല്ലേ എനിക്ക് മാങ്ങായെല്ലാം കൂടെ തന്നത്. അല്ല ഞാനൊരു കാര്യം പറയാം. ഇരിക്കേ, രാത്രി സൂപ്പർ മഴ.